എല്ലാവർക്കും സ്വാഗതം. ഇത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എൻ്റെ ഭക്ഷണ രീതികളെക്കുറിച്ച് പലപ്പോഴും ഞാൻ എന്നെ കാണുന്നവരോട് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ചെറുപ്പക്കാർ 40ഉം 50ഉം വയസ്സൊക്കെ ഉള്ള ആളുകൾ ഹൃദ്രോഗം കൊണ്ട് മരണമടയുകയാണ്. പ്രായഭേദമന്യേ കിഡ്നി രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായഭേദമന്യേ ക്യാൻസർ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പതിവ് പോലെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള മലയാളികളാണ് ഈ രോഗികളായി മാറുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പം നമുക്ക് അവിടെ എവിടെയോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പം കേരളം ഒന്നാമതാണ്. ആരോഗ്യരംഗം വളരെ മുമ്പിൽ നിൽക്കുന്നു. പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധന നടത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചു വെച്ചതും കേട്ടുവച്ചതുമായ സംഗതിയിലെ ചില പിഴവുകളാണ്. നമുക്ക് വന്നുപോയ പിഴവുകളല്ല, ബോധപൂർവം വരുത്തിവെച്ച പിഴവുകളാണ്. പ്രമേഹത്തിനെ എങ്ങനെ നിയന്ത്രിക്കാം? അതിന് സാധാരണഗതിയിൽ ഉലുവ വെള്ളം, വെണ്ടയ്ക്ക വെള്ളം, പിന്നെ വള്ളിക്കിഴങ്ങ്, അങ്ങനെ പല കിഴങ്ങും വള്ളിയൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. 300 നിൽക്കുന്ന ഷുഗർ 100-ലാവും, കിടക്കുന്ന ആൾ എഴുന്നേറ്റോടും. അങ്ങനെ പല അനുഭവങ്ങളും പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് പറഞ്ഞിട്ട് ഓടത്തില്ല, കാണിച്ചിട്ടേ പോകൂ, തെളിയിച്ചിട്ടേ പോകൂ. നിബന്ധനകളുണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, എൻ്റെ ഭക്ഷണ രീതി 2016 മുതലാണ് ഞാൻ മാറ്റിയത്. എൻ്റെ പഴയ വീഡിയോസുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത്യാവശ്യം ഹൃദ്രോഗിയായിരുന്നു, പ്രമേഹമുണ്ടായിരുന്നു, അമിതഭാരമുണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടെ 9 മരുന്നുണ്ടായിരുന്നു. ആ മരുന്ന് മാറിയ കഥ, അതിൻ്റെ സുഖവുമൊക്കെ നിങ്ങളോട് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീടുകളിൽ മരുന്ന് കഴിക്കുന്ന ഓരോ ആൾക്കാരെയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം. മരുന്നുകളുടെ എണ്ണം കൂടുന്നു, സാമ്പത്തിക ഭാരം കൂടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു. ഇത് തന്നെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ചികിത്സയുടെ റിസൾട്ട്. ഇതിന് മാറ്റം വരണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ രോഗിയായി എന്നതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാവണം. അമിതഭാരവും കുടവയറുമുള്ളവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അതും കൂടി ഇത് ചേർത്ത് വായിച്ചു. എന്തുകൊണ്ട് ഇതൊക്കെ ആയിപ്പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ പഠനം നടത്തിയാൽ മനസ്സിലാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അമിത തോതിലുള്ള അന്നജവും മധുരവും സസ്യ എണ്ണകൾ, പാം ഓയിൽ, സൺഫ്ലവർ, ഈ ഗണത്തിൽപ്പെടുന്ന ഓയിലുകളും ഡാൽഡയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രോഗികളായി പോകുന്നത്. ഈ ഭക്ഷണം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന 99.9% മരുന്നുകളും ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ മിക്കവാറും ഡോക്ടർമാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അവർക്ക് വലിയൊരു നഷ്ടം ഇതുകൊണ്ടുണ്ട്. കാരണം ഞാൻ സ്ഥിരം ഹോസ്പിറ്റൽ വാസിയായിരുന്ന ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ വാസിയല്ല. അപ്പോൾ ആ നഷ്ടം വരാതിരിക്കാൻ പോഷകാഹാരക്കുറവുണ്ടാവും എന്നൊക്കെ അവർ ഭയപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നത് കീറ്റോ ഡയറ്റ് എന്നറിയപ്പെടുന്ന പ്രോപ്പർ ഹ്യൂമൻ ഡയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ വാദങ്ങൾ പലതും വരും. പണ്ടുള്ളവർ അന്നജം കഴിച്ചിരുന്നു, അവർക്ക് അസുഖമില്ലായിരുന്നു എന്നൊക്കെ പറയും. ആ കാലഘട്ടത്തിൽ കഴിച്ചത് ഒരു പരിധിവരെ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതല്ല. എന്നാൽ ഇന്ന് അത് മാറി. വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന അരിയാഹാരത്തിന് പോരായ്മയുണ്ട് എന്നുള്ളത് തർക്കമില്ല. പിന്നെ സസ്യ എണ്ണകളുടെ ഉപയോഗം, വെളിച്ചെണ്ണ വില ഇപ്പോൾ കൂടുതലാണ്, 400 എന്നാലും 400-ന് വാങ്ങിച്ച് ഉപയോഗിച്ചാലും അവസാനം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണത്തിനാവത്തില്ല എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ശരിയായ ഭക്ഷണ സംസ്കാരം നമ്മൾ നടപ്പിലാക്കിയാൽ നമ്മുടെ വീടുകളിലെയും നമ്മുടെയുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറും. അതിൻ്റെ വിശദമായ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസം പറയാം. എൻ്റെ ഭക്ഷണ രീതിയും എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങളുമൊക്കെ വരും ദിവസം
നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. സാധാരണ മറ്റ് വീഡിയോസുകൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ മുകളിൽ സൂചിപ്പിച്ച രോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയും മാനസിക പ്രതിസന്ധിയും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. എൻ്റെ റിസൾട്ടുകൾ ഏത് സമയവും എവിടെയും നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഞാൻ കാണിക്കാൻ തയ്യാറുമാണ് എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അല്ല സൂചിപ്പിക്കുകയാണ്. ഒപ്പം മുകളിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാം. എൻ്റെ ബ്ലഡ് സാമ്പിളുകൾ ശാരീരിക സ്ഥിതിയും എവിടെയും എപ്പോഴും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഞാൻ തയ്യാറാണ് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.